മകൻ ഈ ലൈനിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ഈ ബിസിനസ്? ഇല്ല 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 ഡൗട്ട്ഫുള്ളാണ്. കാരണം താല്പര്യമില്ല എന്ന് പറഞ്ഞു. താല്പര്യം ഇല്ല എന്നല്ല, അവൻ ഹീസ് ഒരു സെൽഫ് മെയ്ഡ് ആർട്ടിസ്റ്റാണ് പുള്ളി. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വരയ്ക്കും, നല്ല സൂപ്പറായിട്ട് വരയ്ക്കും. പുള്ളിയുടെ ഇപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു ചാനലിലൊക്കെ പുള്ളിയുടെ കുറച്ച് അപ്പോൾ കേരളത്തിലെ കായംകുളം എന്ന് പറഞ്ഞാൽ കലാപാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കലാകാരൻ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പഠിക്കുന്നുണ്ട്, പെയിന്റിങ് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവൻ അനിമേഷനും കോഴ്സ് കുറേ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം അവൻ 12th കഴിയാണ്ട് ഇപ്പം നമ്മളൊരു ഹയർ സ്റ്റഡിയിലേക്ക് വിടാൻ പറ്റില്ല അവനെ. അത് കാരണത്താൽ ഇപ്പോൾ 10th ക്ലാസ് ഒരു 2 years കഴിഞ്ഞിട്ട് JJ ആർട്സിലങ്ങനെ വിടാനുള്ള പ്ലാനിങ് ആണ്. കലയെ സ്നേഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കാരണം ആരുടെ ടാലൻറ്റഡ് ആയിട്ടുള്ള അതേ സ്റ്റൈലിൽ തന്നെ വിടാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും ഈ മുരളീധരൻ എന്ന് പറയുന്ന അച്ഛൻ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുണ്ട് സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട്. അപ്പോൾ മക്കൾക്ക് ഇനി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും. ഇപ്പം മെഡിസിൻ കഴിഞ്ഞാലും ഒന്നേന്ന് പറഞ്ഞ് പ്രാക്ടീസ് തുടങ്ങേണ്ടി വരും. മകനാണെങ്കിലും പെയിന്റിങ്ങിൽ അതിൽ കഴിവ് തെളിയിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ, അത് സൈഡായിട്ട് പോവുകയാണെങ്കിൽ അവരുടെ ലൈഫ് സെക്യൂർഡ് ആവില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അല്ല, പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് അവർക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, 150-140 കൺട്രിയിൽ എനിക്ക് ഏജൻസി ഉണ്ട്. 140 കൺട്രിയിൽ ഏജൻസി ഇല്ല. നമ്മുടെ ഇതൊരു നെറ്റ്വർക്കാണിത്. പല കമ്പനികളായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ നെറ്റ്വർക്കിൻ്റെ ഇന്ത്യൻ മെമ്പറാണ് ഞാൻ. അപ്പോൾ സാധാരണ ഓരോരുത്തർ സ്പെഷ്യലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്ന് ക്ലിയറിംഗ്, ഫോർവേഡിംഗ്, കസ്റ്റംസ് ക്ലിയറിംഗ്, അത് ഷിപ്മെന്റ് വേറെ. ഇതിപ്പോൾ രണ്ടും ഉൾപ്പെടെ. ഇത് രണ്ടുമല്ല, ഇതെല്ലാം ടോട്ടൽ ലോജിസ്റ്റിക് ആണ് നമ്മുടെ. എന്തൊക്കെയോ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിപ്പോൾ ഒരു കാർഗോ, ഇതിപ്പോൾ എയർ സർവീസ്, ഉണ്ട്, സീ, ബൈ റോഡ്, അങ്ങനെ ഓൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട് നമ്മുടേത്. ഇപ്പോൾ ഏതൊരു കസ്റ്റമറിനും ഒരു സാധനം പിക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഓർഡർ തന്നു കഴിഞ്ഞാൽ, ആ കോൺടാക്ട് ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ, ഏത് കൺട്രിയിൽ നിന്നാണെങ്കിലും ശരിയാണ്, നമ്മളത് അവിടെ സാധനം അവിടുന്ന് ആ സാധനം പോയി കണ്ടിട്ട് അതിൻ്റെ ഡയമെൻഷൻ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് മോഡ് ഓഫ് കസ്റ്റം ക്ലിയറൻസ്, ഏത് പോർട്ടിൽ നിന്നത് സീലാണോ എയറിലാണോ കയറ്റി വിടേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് കയറ്റി വിട്ട് അത് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ഏത് പോർട്ടിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ആ പാർട്ടിക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തിരിക്കും. ഏത് മാർഗമാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഏത് മാർഗവും എത്തിക്കും. അപ്പോൾ ഇത്രയും കമ്പനികൾ 140 കമ്പനികളായിട്ട് ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്ത് ഇവരായിട്ട് എപ്പോഴും ലിങ്ക് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നെറ്റ് വഴി മെയിൽ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? പല 140, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇത്രയും തിരക്കുണ്ടാവില്ല. ഞാൻ ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആക്ടിവിറ്റീസ്. അതെങ്ങനെയാണ് ഇങ്ങനെ ഈ നെറ്റ്വർക്കിംഗ്? എനിക്ക് ഓരോ വർക്കിനും ഓരോ ഷെഡ്യൂൾസ് ഉണ്ട്. അല്ല, എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? 40 പേര്. 40 പേരും വർക്കിംഗ് ആണോ? അപ്പൊ ഇത്രയും വിശ്രമത്തിനുള്ള സമയം കിട്ടും? ഞാൻ ഫ്രീ ആണ്. ആദ്യമായിട്ടാണ് ഒരു അത് ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ഇത്രയും തിരക്കുള്ള ഒരാൾ ഫ്രീ ആണ് എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. റിലാക്സ്ഡ് ആയിട്ട്. കാരണം നമുക്കൊരു വൈഡ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ലൈനിൽ. അത് കാരണത്താൽ ഈ മെത്തേഡുകൾ, ഈ വർക്ക് ചെയ്യേണ്ട മെത്തേഡുകളെല്ലാം നമുക്ക് അതിന്റെ ടെക്നോളജി അറിയാം. എങ്ങനെ ഇപ്പോൾ ഒരാളിപ്പം ഒരു 10 ദിവസം കൊണ്ട് ചെയ്യുന്ന പണി ഞാൻ ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യാതെ. കേരള മുഖ്യമന്ത്രി ഇഷ്ട ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടേ അയ്യപ്പൻ. പിന്നെ ഷിർദി അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് ദൈവങ്ങൾ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേവിയുടെ വലിയ അനുഗ്രഹമുണ്ട്. മലയ്ക്ക് പോകാറുണ്ട്. അതിനും സമയം കണ്ടെത്താറുണ്ട്. അപ്പൊ എല്ലാ വർഷവും പോകാൻ സാധിക്കാറുണ്ട്? എല്ലാ വർഷവും ഇല്ല. അപ്പൊ ഇവിടെ ഈ അമ്പലത്തിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞു, ഏത് അമ്പലത്തിന്റെയാണ്? ഇവിടെ ഈ കൊപ്പർക്കരണ, ഈ നമ്മുടെ വാശി കഴിഞ്ഞ അടുത്ത നോടാണ്, തൊട്ടടുത്ത് തന്നെ കൊപ്പർക്കരണ എന്ന് പറയുന്നത് അമ്പലമാണ് അല്ലേ? അതിന്റെ ഫൗണ്ടറാണ് ഞാൻ. സ്വന്തമായിട്ട് അമ്പലത്തിന്റെ സ്ഥലമുണ്ട്. ആ അമ്പലം സ്വന്തം അവിടെ ഞാൻ ഒരു അയ്യപ്പന്റെ, എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഒരു അയ്യപ്പന്റെ ഒരു അമ്പലം അവിടെ പണിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ വേറൊരു പൂജാരി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു VSന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഒരു വർഷം കൂടി ഉള്ളു എനിക്ക് കാലാവധി. ഏകദേശം അതിനുള്ളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ സാധിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടായിരിക്കാം. കേരളത്തിലാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇവിടുത്തെ ഈ ലൈഫ് എൻജോയ് ചെയ്യാണ് സത്യം. തീർച്ചയായിട്ടും. ജോലി എന്നല്ലാതെ ഞാൻ ശരിക്കും ഒരു എൻജോയ്ഡ് ലൈഫാണ് ഇവിടെ.
എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർക്ക് ജോലി അല്ലെ ഓഫീസ് വിട്ടൊരു മറ്റൊരു കാര്യത്തിലേക്ക് പോകാൻ അല്പസമയങ്ങളെ കിട്ടുന്നുള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഫൗണ്ടറാണ്, ഇതിൻ്റെ സെക്രട്ടറിയാണ്, ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയാണ്, അത് വൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കും. കുട്ടികൾ എന്തെങ്കിലും ആവശ്യപ്പെടാം, കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും അത് ആ സമയത്ത് അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കൂളിലോ സ്കൂള്, കോളേജ്, പിന്നെ അങ്ങനെയുള്ള പിന്നെ അവിടെ കോളേജിലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ടത് അല്ലെന്നുണ്ട് മറ്റുള്ള റിക്വയർമെൻറ്റ്സിന്. പിന്നെ ഇത് കൂടാതെ കുറച്ച് പൊളിറ്റിക്കലായിട്ടും കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം നവി മുംബൈയുടെ ഏറ്റവും വലിയ ലീഡറാണ് ഈ ഗണേഷ് നായിക്. പുള്ളിയുടെ വളരെ ക്ലോസ് ആണ് നമ്മൾ. ഗണേഷ് നായിക്കിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് അറിഞ്ഞു. കാരണം എന്താന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ആദ്യം ശിവസേനയിലായിരുന്നു, ഇപ്പൊ NCP അല്ലേ. അത് ഇദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എൻ്റെ അമ്പലം നിൽക്കുന്നത്, ഞങ്ങളുടെ അമ്പലം നിൽക്കുന്നത് ഇയാളുടെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ്. പുള്ളി താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത പ്ലോട്ടാണ്. ആ, അപ്പം അവരുമായിട്ട് നമുക്കൊരു വലിയൊരു റിലേഷൻ വെക്കാതിരിക്കാൻ പറ്റില്ല. ഭാഗ്യമാണ്. അപ്പം അവർ നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അറിഞ്ഞിടത്തോളം ഈ ശരത് പവാർ കഴിഞ്ഞാലുള്ള സ്ഥാനം പുള്ളിക്കാണ് അല്ലേ. അപ്പൊ ഒരു NCP-കാരനായിട്ടല്ലേ ഇവിടെ അറിയപ്പെടുന്നത്. നല്ലൊരു മനുഷ്യനാണ്. പുള്ളിയുടെ മകൻ MP ആണല്ലേ. മകൻ MP, അടുത്ത മകൻ MLA. അയാളുടെ പിന്നെ അനിയൻ്റെ മകൻ ഇപ്പം ഇവിടുത്തെ പിന്നെ മേയറാണ്. അപ്പൊ വീട്ടില് അവിടെ തറവാട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഇല്ല. പിന്നെ സഹോദരങ്ങൾ എൻ്റെ പിന്നെ ഇപ്പൊ തറവാട് വീട്ടിലിപ്പോൾ അനിയനാണ് താമസിക്കുന്നത്. മൂന്നാമത്തെ അനിയനാണ്. പിന്നെ എത്ര സഹോദരങ്ങളും? ആക്ച്വലി ഞങ്ങൾ 3 പേരാണ് സഹോദരങ്ങൾ. രണ്ടാമത്തെ ആളെ എനിക്ക് മദ്രാസിൽ ഓഫീസുണ്ട്, പുള്ളി അവിടെയാണ്. മദ്രാസിലുണ്ട്. പിന്നെ ഇവിടെ അന്തേരിയിലുണ്ട്, നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത്. പിന്നെ ഇവിടെ പിന്നെ ഈ നവസേവ പോർട്ടിൻ്റെ അടുത്തുണ്ട്. അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ ചെന്നെത്തേണ്ടി എല്ലാ ദിവസവും ചെല്ലണം? ഇല്ലല്ല, വേണ്ടി വരില്ല. അപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രിൻസിപ്പിള് വീട്ടിലും ഉപകാരം ചെയ്തിട്ടുണ്ട് മക്കൾക്ക്. ഈ ഡിസിപ്ലിനും പ്രിൻസിപ്പിളും ഒക്കെ ഉണ്ട്. വൈഫിന്റെ പേര് പറഞ്ഞില്ല? സിന്ധു മുരളീധരൻ. മകന്റെ പേര്? മകളുടെ പേര് ശരണ്യ മുരളീധരൻ ആൻഡ് തുഷാർ മുരളീധരൻ. ശരണ്യ ഉടനെ തന്നെ ഡോക്ടർ ശരണ്യ. പുറത്തേക്ക് വിടാനാണ് അല്ലെങ്കിൽ ബോംബെ തന്നെ? ബോംബെ തന്നെ. കാരണം ഇവിടെ നമുക്കൊരു ഹോസ്പിറ്റലുണ്ട് ഓൾറെഡി. നമ്മളുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മലയാളി തന്നെ, പുള്ളിയുടെ ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്, ഒരു 40 ബെഡിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പേഴ്സണൽ ലെവലിൽ വളരെ ഒരു പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എൻ്റെ മകൾ ഡോക്ടറാകുന്നു എന്ന് പറഞ്ഞാൽ അവരാണ് ദേ ആർ മോർ ഹാപ്പി. സ്വന്തം വീട്ടിലെ കുട്ടിയാവുന്നവരെ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? നാട്ടിലും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. കായംകുളത്തോ അവിടെ വീടുണ്ടെന്നുള്ളതല്ലാതെ? കാരണം അവിടെ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ നോക്കാൻ ആളില്ല.